അവരുടെ ചാരത്ത് വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ സ്വഹാബാ, ഇതാ ഇവിടെ നിന്നാണ് നമ്മുടെ വിജയം തുടങ്ങാൻ പോകുന്നത്. പടക്കളത്തിൽ നിൽക്കുന്ന ആർജവത്തിന്റെ സ്വരങ്ങളിൽ നിന്നല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ മുഴുവൻ വിജയവും ആരംഭിക്കുന്നത് ഈ മുസല്ലയിൽ നിന്നാണ്, ഈ തഹജ്ജുദിന്റെ മുസല്ലയിൽ നിന്നാണ്, ഈ വീഴുന്ന കണ്ണുനീരിൽ നിന്നാണ്, ഈ കിടക്കുന്ന സുജൂദിൽ നിന്നാണ്, ഈ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയമായ മന്ത്രണങ്ങളിലൂടെയാണ്. ലോകത്തുള്ള ഏത് ശക്തികൾ കടന്നു വന്നാലും അവരെ മുഴുവനും പരാജയപ്പെടുത്താൻ നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്നറിയുമോ? ലോകത്തിന്റെ ഉടമസ്ഥനായ രക്ഷിതാവായ സർവാധിപതിയായ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ പണയം വെക്കാത്തിടത്തോളം കാലം പ്രിയമുള്ളവരെ, ലോകത്തൊരു ശക്തിയും നമുക്ക് പ്രശ്നമല്ല, ലോകത്തൊരു തമ്പുരാനും നമുക്ക് പ്രശ്നമല്ല. കണ്ടില്ലയോ, മദീനയിൽ നിന്ന് മഹാന്മാരായ സ്വഹാബത്തിന്റെ മുന്നേറ്റം കടന്നു വന്നപ്പോ സിന്ധ് ഇസ്ലാമിലേക്ക് വന്നത്, ഇന്ത്യയുടെ ഉള്ളിലേക്ക് ഇസ്ലാമിന്റെ മഹോന്നതമായ സന്ദേശം കടന്നു വന്നത്, കാബൂളിന്റെ ഉള്ളിലേക്ക് ഇസ്ലാമിന്റെ മുന്നേറ്റം കടന്നു വന്നത്, ചൈനയുടെ ഭൂമിയിലേക്ക് ഇസ്ലാമിന്റെ മുന്നേറ്റം കടന്നു വന്നത്, ലോകത്തെ മനുഷ്യവാസമുള്ള മുഴുവൻ സ്ഥലങ്ങളിലേക്കും ഇസ്ലാമിന്റെ ശാന്തിയുടെ സന്ദേശം കടന്നുപോയത് ഏതെങ്കിലും പടക്കോപ്പ് കൊണ്ടല്ല, ഏതെങ്കിലും പ്രീണനം കൊണ്ടല്ല, മാതൃകാപരമായ ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ SSFന്റെ പ്രവർത്തകർക്ക് വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കാനുണ്ട്. ഹാജാ തങ്ങൾ ജീവിച്ചതുപോലെ ഇനിയും ഒന്ന് പോയി അജ്മീരിൽ ജീവിക്കാൻ പറ്റുമോ? ഇമാമുർ റബ്ബാനി ജീവിച്ച പോലെ പഞ്ചാബിൽ പോയി ഒന്ന് ജീവിക്കാൻ പറ്റുമോ? മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ജീവിച്ചതുപോലെ അങ്ങ് കശ്മീരിൽ പോയി ഒന്ന് ജീവിക്കാൻ പറ്റുമോ? മഹാന്മാരായ നമ്മുടെ ഔലിയാക്കൾ താജുൽ ഉലമാ തങ്ങൾ ജീവിച്ചതുപോലെ ഇന്ത്യയുടെ ബീഹാറിന്റെയും വെസ്റ്റ് ബംഗാളിന്റെയും ജാർഖണ്ഡിന്റെയും ഉത്തരാഖണ്ഡിന്റെയും പീഡനങ്ങളുടെ കഥകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന വിപ്ലവ ഭൂമികളുടെ ഉള്ളിലേക്ക് നമ്മളൊരു ആയുധവും എടുക്കേണ്ടതില്ല, തെരുവിൽ ഒരു കവാത്തം നടത്തേണ്ടതില്ല, ഇസ്ലാം വിരോധിച്ച ഒരു സമരമാർഗവും എടുക്കേണ്ടതില്ല, പെൺപടയ അങ്ങാടിയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല, കക്ഷി രാഷ്ട്രീയത്തിന്റെ വടംവലികളിൽ ഇടം പിടിക്കേണ്ടതില്ല, ഇവിടെയുള്ള ഏതെങ്കിലും വിധ്വംസക ശക്തികളുടെ കൂടെ വരേണ്ടതില്ല, ഏതെങ്കിലും ഭരണ സംവിധാനങ്ങൾക്കെതിരെ തിരിയേണ്ടതില്ല. നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ ജീവിച്ച പോലെ ജീവിക്കാൻ കഴിയുന്നവരുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതേ മർക്കദു സഖാഫത്ത് സുന്നിയുടെ അകത്തളത്തിൽ നിന്ന്, മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയുടെ ഉള്ളറയിൽ നിന്ന്, സിറാജുൽ ഹുദയുടെ അകത്തളത്തിൽ നിന്ന്, മഖറു സുന്നിയുടെ ഉള്ളിൽ നിന്ന്, ജാമിഅ സഅദിയയുടെ അകത്തളത്തിൽ നിന്ന്, ജാമിഅ അശരിയയുടെ ഉള്ളിൽ നിന്ന്, അതുപോലെ ഖാദിസിയയുടെ മഖ്ദൂമിയയുടെ മജ്മഅകളുടെ മമ്പഴകളുടെ ഉള്ളറകളിൽ നിന്ന് സാത്വികന്മാരായ നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞു തരുന്ന ജീവിതത്തിന്റെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് ബീഹാറിൽ പോയി താമസിക്കാൻ പറ്റുമോ? എന്നാൽ അവിടെയുള്ള 10,000 നിങ്ങളുടെ കൂടെ വരാനുണ്ട്. നമ്മുടെ മഹത്തായ സ്ഥാപനങ്ങളിൽ പഠിച്ച യുവാക്കളായ പണ്ഡിതന്മാര് ഇന്ത്യയുടെ വിവിധ ഭൂമികളിലേക്ക് കടന്നു ചെല്ലുമ്പോ അവരെ ഏറ്റെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? ഇവിടെ നിന്ന് നമുക്ക് തന്ന ജീവിതത്തിന്റെ ശുദ്ധിയാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കാനുള്ള ഒരു മനസ്സാണ്. അതുകൊണ്ട് പ്രിയമുള്ള SSFകാരോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതം നേർവഴിക്ക് കൊണ്ടുവന്നിട്ട് മഹാന്മാരായ ഔലിയാക്കളുടെ ഭൂമികളിലേക്ക് അവരെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് പോകാൻ പറ്റുമോ? എന്നാൽ നമുക്കവിടെയെല്ലാം SSFന്റെ ത്രിവർണ്ണ പതാക പരത്തുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ശരിയായ ദീനിന്റെ പതാക ഉയർത്തുക എന്നാണ്. സമസ്തയുടെ പതാക പാറിക്കുക എന്ന് പറഞ്ഞാൽ മദീനയുടെ സന്ദേശം നൽകുക എന്നതാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു ആയുധം എടുത്തുകൊണ്ടാണോ അവിടുന്ന് അജ്മീറിലേക്ക് വന്നത്?
ഖാജാ മുഈനുദ്ദീനിനെ പത്തർ സജബ് സദാ ഹയ്യാ അലസ് സ്വലാത്തി ഹയ്യാ അലൽ ഫലാഹ്. അനാസാഗറിന്റെ തീരത്ത് വന്ന് നിന്നുകൊണ്ട് 40 അംഗങ്ങളുടെ കൂടെ നിൽക്കുന്ന ഖാജാ തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പൃഥ്വിരാജന്റെ സൈന്യം വരുമ്പോ ഖാജാ തങ്ങൾ അവിടുന്ന് പരിചയെടുത്തില്ല, അവിടുന്ന് തിരിച്ചൊരായുധ പ്രയോഗത്തിനൊരുങ്ങിയില്ല, കൂടെയുള്ളവരോട് പട്ടാള ചിട്ടയിൽ യുദ്ധത്തിനൊരുങ്ങാൻ പറഞ്ഞില്ല. മഹാനവറുകൾ അവിടെ നിൽക്കുകയാ. ആയുധം കൊണ്ടുവന്ന സൈന്യം ചോദിക്കുകയാണ്, അല്ല ഇവരെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവരുടെ കയ്യിൽ ആയുധങ്ങളില്ലല്ലോ, ഇവരുടെ കയ്യിൽ ഏതെങ്കിലും പ്രതിരോധത്തിന്റെ രീതികളില്ലല്ലോ, അതുകൊണ്ട് ആയുധം താഴെ വെച്ചിട്ടവരോട് പോയെന്ന് ചോദിക്കാം, എന്തിനാണ് ഇവിടെ വന്നത് എന്ന്. അപ്പോഴാണ് അതാഉർ റസൂൽ മദീനയിൽ നിന്ന് വെളിച്ചമേറ്റെടുത്തുകൊണ്ട് വന്ന ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീരി റളിയല്ലാഹു അൻഹു പറയുകയാ, ഞങ്ങൾ നിങ്ങളെ ആരെയും ആക്രമിക്കാൻ വന്നവരല്ല, ഇവിടെയുള്ള ഏതെങ്കിലും തമ്പ്രാക്കന്മാരുടെ അധികാരം പിടിച്ചു മാറ്റാൻ വേണ്ടി വന്നവരല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നറിയുമോ? ഈ ആകാശത്തിന്റെ അധിപനായ, ഭൂമിയുടെ ഉടമസ്ഥനായ, അന്തരീക്ഷത്തിന്റെ നിയന്ത്രിതാവായ, ഋതുഭേദങ്ങളുടെ അധികാരിയായ, മനുഷ്യവംശത്തിന്റെ ഉടമസ്ഥനായ, ഇവിടെയുള്ള മുഴുവൻ സർവശക്തികളുടെയും തമ്പ്രാനായി നിങ്ങൾ പലതിനെയും കാണുമ്പോ എല്ലാത്തിന്റെയും പരമാധികാരിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുണ്ടല്ലോ, ഈ ലോകത്തിന്റെ ഏകനായ പരമാധികാരിയുണ്ടല്ലോ, അവനിൽ വിശ്വസിക്കുന്നവരാ ഞങ്ങള്, അതനുസരിച്ച് ആരാധിക്കാൻ വേണ്ടി വന്നതായി മണ്ണിലേക്ക്. ഞങ്ങൾക്കാരോടും പകയില്ല, ഞങ്ങൾക്കാരോട് ഇവിടെ ശത്രുതയില്ല, ഞങ്ങൾ ഇവിടെ മാനവികതയുടെ കാരുണ്യത്തിന്റെ സന്ദേശവുമായി വന്നവരാ. അനാസാഗറിന്റെ തീരത്ത് നിന്നുകൊണ്ട് ആർജവത്തോടെ ആദർശം പറഞ്ഞ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീരി റളിയല്ലാഹു അൻഹു എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഒന്നേ ഉള്ളൂ. ഡൽഹിയിലെ അധികാര സ്ഥാപനത്തിൽ ഏതേത് പാർട്ടിയിൽ ഏതേത് പതാക ഉയർത്തിക്കൊണ്ടുവന്നാലും ഇന്നത്തെയും എന്നത്തെയും സുൽത്താനുൽ ഹിന്ദാര ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീരി. ആരാണ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീരി റളിയല്ലാഹു അൻഹു?